എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കരുത്, ഞാൻ നിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ വുഡ് സ്മാഷ് യുവർ ഹെഡ് അല്ലേ? ആഹാ, അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഐ വുഡ് ഫയൽ എ കംപ്ലെയിൻറ്റ് അഗേൻസ്റ്റ് യു, അല്ലെങ്കിൽ ഐ വുഡ് രജിസ്റ്റർ എ കേസ് അഗേൻസ്റ്റ് യു. ഇപ്പൊ കേട്ടതല്ല എന്താ? നല്ല ശുദ്ധമായ ഭീഷണിയുടെ സ്വരങ്ങളാണല്ലേ. ഐ വുഡ് സ്മാഷ് യുവർ ഹെഡ്, ഐ വുഡ് ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു, അല്ലെങ്കിൽ ഐ വുഡ് രജിസ്റ്റർ എ കംപ്ലെയിൻറ്റ് അഗേൻസ്റ്റ് യു എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ ഭീഷണിയാണ്. ഇങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന സഹായക്രിയ അഥവാ ഹെൽപ്പിംഗ് വേർബാണ് വുഡ്. വുഡ് അങ്ങനെ ചില്ലറക്കാരനൊന്നും അല്ല. ഇപ്പോൾ ഒരാൾക്കൊരു ഓഫർ കൊടുക്കണം. വുഡ് യു ലൈക്ക് ടു ഹാവ് സം ഫ്രഷ് ജ്യൂസ്, അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു വിസിറ്റ് മൈ വില്ലേജ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓഫറാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ തരാം എന്നൊക്കെയുള്ളതാണ്. മൂന്നാമതായിട്ട് പാസ്റ്റ് ഹാബിറ്റ്സ്. ഐ നോ യു വുഡ് സ്മോക്ക് ഏർലിയർ, പണ്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഐ വുഡ് വാക്ക് 4 miles a day earlier. ഇതെല്ലാം പാസ്റ്റ് ഹാബിറ്റ്സ് ആണ്. ഇനി ഫൈനലി റിക്വസ്റ്റ്. വുഡ് യു മൈൻഡ് മീ യൂസിങ് യുവർ വാഷ്റൂം? ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു തന്നല്ലേ. വുഡ് യു മൈൻഡ് സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ?